കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ ഉള്ളിവട തയ്യാറാക്കിയെടുക്കാം. ചായക്കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കുറച്ച് സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിവട തയ്യാറാക്കിയെടുക്കാം. ഉള്ളിവട തയ്യാറാക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം കൃത്യമായ അളവിലെടുക്കണം കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. അതിനായിട്ട് 3 സവാള ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, തോലെല്ലാം കളഞ്ഞിട്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. പിന്നെ വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. നല്ല എരിവുണ്ട് വെച്ചാൽ കൂടുതൽ എടുക്കണ്ട. ഞാനിവിടെ 4 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. ഇനി നമുക്ക് സവാളയൊന്ന് നൈസായിട്ട് ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെക്കണം. കറിക്കൊക്കെ അരിയണില്ലേ, സവാളയൊക്കെ കാണാറുണ്ട് ഉള്ളിവടയിൽ, അതേപോലെ തന്നെ കേട്ടോ. സവാളയെല്ലാം നൈസായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. പച്ചമുളകും ഇവിടെ ഞാൻ 3 പച്ചമുളകാണ് കേട്ടോ നൈസായിട്ട് അരിഞ്ഞത്, നല്ല എരിവുള്ളതുകൊണ്ടേ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഒന്ന് അരിഞ്ഞ് ചേർക്കണം കേട്ടോ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം പൊടിയുപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ, കൂടുതലൊന്നും ഇടണ്ട. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. സവാളയിലേക്കൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിക്കട്ടെ. മുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് അമർത്തി പ്രസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് സമയം വെക്കണം. ഞാനൊരു ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ചെയ്യണത് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ സവാളയിൽ ഉപ്പൊക്കെ പിടിച്ചിട്ട് ഒന്ന് വെള്ളം ഇങ്ങനെ വലിഞ്ഞു വന്നിട്ടുണ്ടാവും. എല്ലാവർക്കും അറിയാമല്ലോ, വെള്ളം പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. നോക്കൂ. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 4 സ്പൂൺ മൈദയും 4 സ്പൂൺ കടലമാവുമാണ് കേട്ടോ ചേർക്കുന്നത്. അളവ് കറക്റ്റ് ആയിരിക്കണേ. 3 സവാളയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് 4 സ്പൂൺ മൈദയും 4 സ്പൂൺ കടലമാവുമാണ് ചേർക്കുന്നത്. മൈദ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടി ചേർക്കാം കേട്ടോ. പക്ഷേ ഉള്ളിവടയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനിപ്പോൾ മൈദയും കടലമാവും ഇതേ അളവിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് സവാളയിലേക്കൊക്കെ ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് 1 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. വലിയ ജീരകല്ലേ, അത് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അല്പം പോലും വെള്ളം ചേർക്കണ്ട കേട്ടോ. സവാളയിൽ നിന്ന് വെള്ളം അങ്ങനെ വന്നിട്ടുണ്ടാവും. ആ വെള്ളം മാത്രം മതി ഈ പൊടി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കൂട്ടുകാരെ, ഈ സമയം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണേ. നന്നായിട്ടത് നമുക്ക് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം അല്പം പോലും ചേർക്കണ്ട. കുറച്ച് സമയം എടുത്തിട്ടായാലും വൃത്തിയായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി അഥവാ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒരേ അളവിൽ മൈദയും കടലമാവും ചേർത്ത് കൊടുക്കാം. നോക്കൂ, എല്ലാം നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, നോക്കിയിട്ടൊക്കെ ചെയ്യാം. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്നും ചൂടാക്കണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ ചൂടായി വരട്ടെ. ഈ സമയം നമുക്ക് മാവുന്ന ഓരോ ഉരുളയായിട്ട് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി ഇതേപോലെ ആക്കിയെടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. എന്നിട്ട് എണ്ണ ചൂടായതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, സവാള പെട്ടെന്ന് കരിയും. എല്ലാവർക്കും അറിയാലോ, പെട്ടെന്ന് സവാള അങ്ങ് കരിഞ്ഞ് മാവ് ഒന്നും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് ക്ഷമയോടെ ചെയ്യണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് നമുക്കൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. തമ്മിൽ പ്രസ് ആവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരുവിധം ആയിക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരട്ടെ. അപ്പോൾ നമുക്കത് 2 ഭാഗമായിട്ടൊന്ന് മറിച്ചിടാം. വേണമെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് മറിച്ചിട്ടെടുക്കാം കേട്ടോ. കൂടുതൽ കരിയണ്ട. സവാളയൊക്കെ കരിഞ്ഞാൽ ടേസ്റ്റ് വേറെ ആയിപ്പോൾ. ഇതാണ് കേട്ടോ പാകം. ഇങ്ങനെ എല്ലാം ഞാൻ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കൂ, ചായക്കടയിലെ അതേ ടേസ്റ്റിനുള്ള ഉള്ളിവടയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായം പറയണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.